When you build in silence, they don't know what to attack. ഞാൻ ബീന. ഞാൻ ഇന്ന് സൈലൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മിതഞ്ച സാരഞ്ച വചോഹി വാഗ്മിത. ഭർതൃഹരിയുടെ നീതി ശതകത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണിത്. കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ഉൾക്കൊള്ളിക്കുന്നതാണ് യഥാർത്ഥ വാഗ്വൈഭവം. അങ്ങനെയുള്ള ആൾക്കാരാണ് യഥാർത്ഥ വാഗ്മികൾ. അനാവശ്യമായി സംസാരിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് ഉത്തമം. The more you say, the more likely you are to say something foolish. നിങ്ങൾ കൂടുതൽ സംസാരിക്കും തോറും വിഡ്ഢിത്തം പറയാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ കുറച്ചു മാത്രം സംസാരിക്കുക, അളന്നു തൂക്കി മാത്രം സംസാരിക്കുക, കഴിയുന്നത്ര പ്രവർത്തിക്കുക, കൂടുതൽ പ്രവർത്തിക്കുക. ഇതാണ് വിജയിക്കുന്നവർ നൽകുന്ന എഫക്റ്റീവ് വിജയ മന്ത്രം. ആരോട് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ ജീവിതത്തിൽ സഫലതയുണ്ടാവുകയുള്ളൂ. കാരണം അയാളുടെ വാക്കുകൾ അയാളുടെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ഇന്ദ്രജാലമാണ്. നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ നിങ്ങളുടെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നു. അധികം സംസാരിക്കാത്ത ഒരാൾക്ക് ക്രിയേറ്റീവ് കഴിവ് കൂടുതലാണ്. ഒരു കഥ പറയാം. ഒരിക്കൽ 4 സന്യാസിമാർ ഒരു ഗ്രാമത്തിൽ കൂടെ പോകുകയായിരുന്നു. അവർ പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം ഇരട്ടി അവർ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അവർ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വിളക്ക് അവർ കൊളുത്തി. അത് കഴിഞ്ഞ് എന്നത്തെയും പോലെ അവർ ഉറങ്ങുന്നതിന് മുമ്പ് ധ്യാനത്തിലിരിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ശക്തമായ കാറ്റ് വീശുകയും നോക്കിയപ്പോൾ നിലവിളക്ക് അണയാനൊന്ന് തുടങ്ങുന്നു. അപ്പോൾ 1ാമത്തെ സന്യാസി വിളിച്ചു പറഞ്ഞു, അയ്യോ, നിലവിളക്ക് ഇപ്പോൾ അണയും. ഇത് കേട്ട 2ാമത്തെ സന്യാസി, ധ്യാനത്തിലിരിക്കുമ്പോൾ സംസാരിക്കരുത്, നിനക്ക് അറിഞ്ഞുകൂടെ? ഇത് കേട്ട 3ാമത്തെ സന്യാസി, രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുമോ? ഇത് കേട്ട 4ാമത്തെ സന്യാസി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മാത്രമുണ്ട് സംസാരിക്കാതെ ഈ ധ്യാനത്തിലിരിക്കുന്ന ആൾ. 4 സന്യാസിമാരും വ്യത്യസ്തമായ രീതിയിൽ തെറ്റുകൾ വരുത്തി. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവർ സ്വന്തം തെറ്റുകൾ മറക്കുകയാണ് ചെയ്തത്. ഇതുപോലെയാണ് ലോകത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും. മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവർ സ്വന്തം തെറ്റുകൾ മറന്നു പോകുന്നു. ഇത് ബാക്കിയുള്ളവരുടെ നേർക്ക് നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നമ്മളിലേക്കാണ് ബാക്കിയുള്ള വിരലുകളെല്ലാം ചൂണ്ടുന്നതെന്ന് മറന്നു പോകുന്നു. അനാവശ്യമായ വാക്കുകളും പറച്ചിലുകളും നമ്മൾ ഒഴിവാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. നിശബ്ദതയുടെ അപാര ശക്തി തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കുതിച്ചുയരാം. സക്സസ്ഫുൾ ആയിട്ടുള്ളവർ മിക്കവാറും സൈലന്റ് ആണ്. ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്, മാർക്ക് സക്കർബർഗ് തുടങ്ങിയവരൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളവരാണ്. അവരൊക്കെ അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ഇവർക്കൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ കഴിവുകൾ ഉള്ളവരാണ്. ഇങ്ങനെ സൈലന്റ് ആയിട്ടുള്ളവർക്ക് ചില സ്കിൽസും കഴിവുകളും ഒക്കെ ഉണ്ട്. അവയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ നമ്മൾ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സംസാരിക്കാനുള്ള നമ്മുടെ ശേഷി മിണ്ടാതിരിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ ലോകം എത്ര മനോഹരമായേനെ. ഒരാളോട് പ്രതികാരം ചെയ്യുന്നതിന് ഏറ്റവും നല്ല മാർഗം അയാളോട് ക്ഷമിക്കലും നിശബ്ദമായിരിക്കലുമാണ്. നിശബ്ദതയുടെ ഈ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരും പ്രവർത്തിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഉയർച്ചയുണ്ടാകും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.